എന്നെ നന്നായി അറിയുന്നോനേ, എന്നെ നന്നായി നനയുന്നോനേ, കുറവുകൾ മാറ്റും എന്നുടമസ്ഥനേ, വില നൽകിയായ യജമാനനേ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 1-ാമത് വാക്യം. ആ വചനം ഇങ്ങനെ വായിക്കുന്നു: മകനെ, ജ്ഞാനത്തിന് ചെവി കൊടുക്കുകയും പ്രബോധനത്തിന് നിന്റെ ഹൃദയം ചായ്ക്കുകയും ചെയ്യേണ്ടതിന് എന്നുള്ള വചനമാണ്. നാം കേൾക്കേണ്ട പ്രബോധനങ്ങൾ നാം കേൾക്കാതെ പോകുന്നു എങ്കിൽ അതും നമ്മുടെ ജീവിതത്തിൽ നാശകാരണമായിത്തീരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കേൾക്കേണ്ട പ്രബോധനങ്ങൾ നാം കേൾക്കുകയാണെങ്കിൽ അത് നമുക്ക് അനുഗ്രഹങ്ങളും നന്മകളും നൽകുകയും ചെയ്യുമെന്ന് നാം ഗ്രഹിക്കേണ്ടതുമുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഒരു അപ്പന് 2 മക്കൾ ഉണ്ടായിരുന്നു. ഒരു മകൻ അപ്പനോട് വന്ന് വസ്തുവകയിൽ തനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമെന്ന് പറയുമ്പോൾ, ആ മകൻ്റെ കഴിവുകേടുകൾ മനസ്സിലാക്കിയ പ്രാപ്തനായിട്ടില്ല എന്ന ബോധ്യത ആ അപ്പൻ മകനോട് നൽകുന്ന പ്രബോധനമുണ്ട്. നിന്റെ ചെങ്ങാതിമാരോട് കൂടെ ഞാൻ തരുന്ന നന്മയുമായി നീ പോയാൽ നിന്റെ ജീവിതം തകർന്നു പോകുവാനിടയുണ്ട്. ആകയാൽ അല്പകാലം കൂടെ നീ എന്നോടുകൂടെ പാർക്കുക, നിന്റെ കൂട്ടുകെട്ടുകൾ വിട്ട് നീ ജീവിതത്തിന് പ്രാപ്തനായി തീരുവാൻ ഉത്സാഹിക്കുക എന്നുള്ള ആ പ്രബോധനത്തെ പൂർണ്ണമായി തിരസ്കരിച്ചുകൊണ്ട് അപ്പനിൽ നിന്ന് ലഭിക്കേണ്ടതെല്ലാം വാങ്ങിയെടുത്തു പോകുന്ന ഒരു മകനെ കാണാം. പക്ഷേ ആ മകൻ അപ്പൻ്റെ വാക്കുകൾ കേൾക്കാതെ തന്നിഷ്ടപ്രകാരം മുൻപോട്ട് പോയതുകൊണ്ട് തൻ്റെ ജീവിതം തകർന്നു പോകുന്നതിന് അത് കാരണമായി തീർന്നു എന്നുള്ളതാണ്. മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ളതായി വാക്യങ്ങൾ വായിക്കുമ്പോൾ, ലോകരക്ഷകനായി ഭൂമിയിലേക്ക് കടന്നു വന്ന കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരെ എല്ലാവരെയും കൂട്ടിയിരുത്തിക്കൊണ്ട് പറയുന്നതായൊരു വാക്കുണ്ട്: നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ആ സന്ദർഭത്തിൽ കേട്ടിരുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് യൂദാ യേശുവിനോട് ചോദിക്കുന്നുണ്ട്: നീ ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? ആരോടാണ് നീ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ, അത് നിന്നോട് തന്നെയാണ് പറയുന്നത്. നീ ചെയ്യുവാൻ പോകുന്ന പ്രവൃത്തി ദോഷകരമാകുന്നു, അത് നിന്നെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് പറയുമ്പോൾ, ആ പ്രബോധനം കേൾക്കുവാൻ, ആ പ്രബോധനത്തിനനുസരിച്ച് തനിക്ക് തൻ്റെ മനസ്സിനെ ക്രമപ്പെടുത്തുവാൻ മനസ്സ് വയ്ക്കാഴിക കൊണ്ട് യേശുവിനെ താൻ കാണിച്ചു കൊടുക്കുകയും തനിക്ക് ലഭിച്ചതായ ആ വെള്ളിക്കാശ് താൻ എറിഞ്ഞു കളഞ്ഞ് താൻ ആത്മഹത്യ ചെയ്യുന്നതിനും കാരണമായി തീർന്നു. അത് ഭവിക്കാതിരിക്കേണ്ടതിന് തന്നോട് പ്രബോധിപ്പിച്ച ആ പ്രബോധന വാക്കുകൾ കേട്ടിരുന്നെങ്കിൽ തനിക്ക് നിശ്ചയമായും അനുഗ്രഹിക്കപ്പെടുവാൻ സാധ്യതയുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. തിരുവചനത്തിനകത്ത് കേൾക്കേണ്ട പ്രബോധനങ്ങൾ ആ നിലകളിൽ കേട്ടതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരും വളരെ കൃത്യമായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒരു ദാവീദിൻ്റെ പ്രബോധനം കേൾക്കുന്ന ഒരു യോനാഥാനെ കാണുവാൻ കഴിയുന്നുണ്ട്. അത് നന്മയായി മാത്രമേ ഭവിച്ചിട്ടുള്ളൂ എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം കേൾക്കേണ്ടതും നാം അംഗീകരിക്കേണ്ടതുമായ പ്രബോധന വാക്കുകൾ നാം കേൾക്കുന്നവരും അനുസരിക്കുന്നവരുമായി നമ്മുടെ ജീവിതം മുൻപോട്ട് കഴിപ്പാൻ നമുക്ക് ഉത്സാഹിക്കാം. ആ നിലകളിൽ അനുഗ്രഹങ്ങളും നന്മകളും പ്രാപിപ്പാൻ സർവശക്തിയായ ദൈവം
എൻ്റെ കേൾവിക്കാരായി നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്നോർമ്മപ്പെടുത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ കേൾക്കേണ്ടവരെ കേൾക്കുവാനും ഞങ്ങളതിൻ പ്രകാരം ഞങ്ങളെ തന്നെ ക്രമപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതം മുൻപോട്ട് കഴിപ്പാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. എല്ലാവിധ അനുഗ്രഹങ്ങളും നന്മകളും നൽകണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.